കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകളും അദ്ദേഹത്തിനെതിരെയുള്ള നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഇപ്പോൾ പ്രചരിക്കുന്ന ഓരോ രീതിയിലുള്ള അശ്ലീലം കലർന്ന പരാമർശങ്ങളുമെല്ലാം മറച്ചു വയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം കെട്ടിച്ചമച്ചതാണ് ജെ ഷൈൻ എന്ന എറണാകുളത്തെ CPIMൻ്റെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ആ വനിതാ നേതാവിനെതിരെ ഇപ്പോൾ നടത്തുന്നതെന്നും ഇതിൽ കൃത്യമായി പ്രതിപക്ഷ നേതാവായ VD സതീശന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ ജെ ഷൈൻ തന്നെ തട്ടിവിടുകയാണ്. എന്നിട്ട് അവർ തന്നെ പറയുന്നു, ഒരു പ്രാദേശിക കോൺഗ്രസ് MLA അവർക്ക് പരിചയമുണ്ടായിരുന്നു. അവർ വളരെ നാൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഒരു ബോംബ് വരുന്നുണ്ട്, അത് ഷൈൻ ടീച്ചറിനെതിരെയാണ്, സൂക്ഷിച്ചിരുന്നോളം, എന്ത് വന്നാലും കുലുങ്ങരുത്, ആ രീതിയിലൊക്കെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഗൂഢാലോചന ഇതിനകത്ത് വ്യക്തമാണ് എന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായി ഒരു ജില്ലയിൽ പ്രവർത്തിക്കുന്നത് നിലവിൽ എറണാകുളത്ത് മാത്രമാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, DCCയുടെ അധ്യക്ഷൻ എന്നത് ഷിയാസാണ്, മുഹമ്മദ് ഷിയാസാണ്. അദ്ദേഹം വളരെ ചിട്ടയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. എറണാകുളം DCC അറിയാത്ത ഒരു രീതിയിലുള്ള നാറിയ കളികളും അവിടെ നടക്കില്ല. കൃത്യമായും കോൺഗ്രസ് നേതൃത്വത്തിനെ അള്ളുവയ്ക്കാൻ ഇപ്പോൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. അതായത് വൈപ്പിൻ MLA ഇവരുടെ വസതിയിലേക്ക് ചെന്നു എന്നും അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭർത്താവ് ഉച്ചസമയത്ത് നാട്ടുകാരെ വിളിച്ചു കൂട്ടി എന്നുമുള്ള വാർത്ത ആദ്യം വെടിപൊട്ടിച്ചത് മുതിർന്ന മാധ്യമപ്രവർത്തനായ KM ഷാജഹാനാണ്. അതിനുശേഷം പല രീതിയിലും സൈബർ കമ്മികൾ, അന്തം കമ്മികൾ പറഞ്ഞത് ഇതൊക്കെ ഒരു യൂട്യൂബറായ ഷാജഹാൻ പറയുന്നതിൽ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളതെന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞു, 1 മണിക്കൂർ താമസിച്ചില്ല, അതിനു മുമ്പ് തന്നെ എല്ലാ മുഖ്യധാര മാധ്യമ ചാനലുകളിലും ഈ വാർത്തകൾ ബിഗ് സ്ക്രോളിംഗ് ആയി എഴുതിപ്പോയതോടെ ആകെ നാണം കെട്ട് തൊലിയുരിഞ്ഞിരിക്കുന്ന അവസ്ഥയായി. ഏതായാലും വൈപ്പിൻ MLA എന്തിനാണ് പോയത്, എന്ത് കാര്യത്തിനാണ് അവിടെ ചെന്നത് എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഏതായാലും CPIMകാരുടെ കയ്യിൽ തീവ്രത അളക്കുന്ന മെഷീനുണ്ട്. ആ മെഷീനും അതുപോലെ തന്നെ അവർ തന്നെ ജുഡീഷ്യൽ എൻക്വയറി എന്ന രീതിയിൽ സമാനമായ, കോടതി സമാനമായ ഒരു സെറ്റപ്പ് അവരുടെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് ഈ വിഷയങ്ങളിലൊന്നും കോടതിയിലേക്കോ അല്ലെങ്കിൽ ഇത് പുറം ലോകത്തേക്കോ എത്താൻ കഴിയില്ല. ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും, ഇതൊക്കെ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തീർക്കും എന്ന രീതിയിലേക്ക്, എന്നൊരു ലൈനിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജെ ഷൈൻ പറയുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ഇത്രയും മോശമായ ശ്രമം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മറച്ചു വയ്ക്കാൻ വേണ്ടി ഒക്കെയാണ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തുടക്കം തന്നെ കോൺഗ്രസ് തള്ളി പറഞ്ഞു, കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പോലും നേരിടേണ്ടി വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. എന്നിട്ട് പ്രഥമ ദൃഷ്ട്യാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു സംശയത്തിൻ്റെ നിഴൽ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പരമാവധി പണിഷ് ചെയ്തു. എന്നാൽ CPIMകാർ ചെയ്യുന്നത് എന്താണ്? വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. മാറുന്നതും മണക്കുന്നതും ഒന്നും അറിയാൻ വയ്യാഞ്ഞിട്ട് ആകെപ്പാടെ അലങ്കോലപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എറണാകുളം CPIMനെ സംബന്ധിച്ച്.